നമസ്കാരം. ലൂസേഴ്സ് ഫൈനൽ പൊതുവെ തോറ്റവരുടെ യുദ്ധം എന്നാണ് പറയാറുള്ളത്. ഈ തോറ്റവരുടെ യുദ്ധത്തിൽ ഇംഗ്ലണ്ട് ജയിച്ചു. 6-4 അര ഡസൻ ഗോൾ ഫ്രാൻസിന് അടിച്ചു കൊടുത്തു. 4 ഗോൾ തിരിച്ചു വാങ്ങി ഇംഗ്ലണ്ട് ഈ ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ ഗോൾ പിറന്ന ഒരു മത്സരത്തിൽ ലൂസേഴ്സ് ഫൈനലിൽ വിജയിച്ച് 3ാം സ്ഥാനം സ്വന്തമാക്കി. ഫ്രാൻസ് 4ാമതെത്തി. അങ്ങനെ ലൂസേഴ്സ് ഫൈനൽ അവസാനിച്ചു. അതിരസകരമായ ഒരു മത്സരമാണ്. അതിനെക്കുറിച്ച് പറയാനാണ് ഞാൻ വന്നത്. അതിനു മുമ്പ് മറ്റൊരു കാര്യം ഞാൻ പറയാം. ഇംഗ്ലണ്ടിൻ്റെ കോച്ച് തോമസ് തുഷേൽ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. അതായത് ലൂസേഴ്സ് ഫൈനൽ കളിക്കാൻ ഞങ്ങൾക്ക് വലിയ താല്പര്യമൊന്നുമില്ല, വെറുതെ കളിക്കുന്നതാണ്. ഫ്രാൻസിൻ്റെ കാര്യം അങ്ങനെ തന്നെ, അവർക്കും താല്പര്യമില്ല എന്ന് പറഞ്ഞു. ശരിയാണല്ലോ. കപ്പടിക്കാൻ വന്നിട്ട് സെമിയിൽ തോറ്റു കഴിഞ്ഞാൽ പിന്നെ 3ാം സ്ഥാനത്തിന് വേണ്ടി ഒരു മത്സരം പൊതുവെ താല്പര്യമൊന്നും ഉണ്ടാവില്ല. തുഷേൽ പറഞ്ഞത് കേട്ടിട്ടാണോ എന്തോന്നും അറിയില്ല. ദശാംശം എംബാപ്പയും ഫ്രാൻസ് ഒന്നാകുകയും വിചാരിച്ചു ഇംഗ്ലണ്ട് പറയുന്നത് കേട്ടില്ലേ, ഒരു ഇൻട്രസ്റ്റും ഇല്ല, വെറുതെ കളിക്കുന്നേ ഉള്ളൂ എന്ന്. എന്നിട്ട് ഫ്രാൻസോ ഒരു താല്പര്യമില്ലാതെ ലൂസേഴ്സ് ഫൈനൽ കളിക്കാൻ വന്നു. എന്നിട്ട് എന്താ സംഭവിച്ചത്? ഫ്രാൻസിനെ ബ്ലിങ്കസിയാക്കി ഇംഗ്ലണ്ട് ഫൈനൽ പോലെ സീരിയസ് ആയി കളിക്കാൻ തുടങ്ങി. തുഷേലിൻ്റെ വാക്കും കേട്ട് അലസമായി കളിക്കാനിറങ്ങിയ എംബാപ്പയും ടീമും അപ്പോൾ ആരായി? അവർ ഏറ്റുവാങ്ങിയ ഗോളിന് കണക്കില്ലാത്ത അവസ്ഥയായി. അര ഡസൻ. ആദ്യ പകുതിയിൽ 8 നിലയിൽ പൊട്ടിക്കാനുള്ള ഗോളാണ് അടിച്ചു കൂട്ടിയത്. ഒടുക്കം ഒരുവിധം 2ാം പകുതിയിൽ തട്ടിമുട്ടി തിരിച്ചടിച്ചു. ജയിച്ചില്ലെങ്കിലും ആവശ്യത്തിന് ഗോള് വാങ്ങിക്കൂട്ടി തടി കൈച്ചലാക്കി. അങ്ങോട്ടും 4 അടിച്ചു എന്നുള്ള ആശ്വാസത്തോടെ ഫ്രാൻസ് കളം വിടുകയായിരുന്നു. ചാമ്പ്യനാകാൻ വന്ന ഫ്രാൻസിൻ്റെ വലയിൽ കൃത്യം അര ഡസൻ ഗോൾ അടിച്ചു കൊടുത്താണ് ഇംഗ്ലണ്ട്. 4 തിരിച്ചു വാങ്ങിയെങ്കിലും സാക്കയ്ക്ക് ഹാട്രിക്കും കിട്ടി. മെസ്സിയെ പിന്നിലാക്കി 2 ഗോൾ കൂടിയടിച്ച് എംബാപ്പയ്ക്ക് ആകെ ഗോളിൽ റെക്കോർഡ് ഇട്ടതാണ് ആകെ ഒരു ആശ്വാസം. ഈ ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ ഗോൾ വീണ മത്സരമായി ഇംഗ്ലണ്ട് ഫ്രാൻസ് ലൂസേഴ്സ് ഫൈനൽ. 3ാം സ്ഥാനത്തോടെ ഇംഗ്ലണ്ട് മടങ്ങുമ്പോൾ ഒരു രസികൻ മത്സരം കൂടി കാണാൻ പറ്റിയ സന്തോഷം നമുക്കുണ്ടായി. മത്സരത്തിൽ എന്തൊക്കെയാണെന്ന വിശദാംശങ്ങളിലേക്കാണ് നമ്മളിനി കടക്കുന്നത്. വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല എന്ന് കരുതിയ മത്സരത്തോട് തുടക്കത്തിലെ ഫ്രാൻസിന് അതേ സമീപനായിരുന്നു. അപ്പുറത്ത് ഇംഗ്ലണ്ട് ആണെങ്കിൽ കെയ്നൊന്നും ഇല്ലാതെ ആദ്യത്തെ 11 ഇറക്കിയത്. ഇതൊക്കെ കണ്ടിട്ടോ തുഷേലിൻ്റെ വർത്തമാനം കേട്ടിട്ടോ എങ്ങനെയെങ്കിലും തട്ടിമുട്ടി പോകാമെന്ന് വിചാരിച്ച് ഫ്രാൻസ് കളിച്ച് തുടങ്ങിയത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. പണ്ട് ചില പഠിപ്പിസ്റ്റ് കുട്ടികളുണ്ടാവില്ലേ, ഞാനൊന്നും പഠിച്ചിട്ടില്ല നീയോ എന്ന് ചോദിക്കും. അപ്പോൾ ഈ കേൾക്കുന്നവൻ വിചാരിക്കും, പഠിപ്പിസ്റ്റായ കുട്ടി ഒന്നും പഠിച്ചില്ല, പിന്നെ ഞാനെന്തിനാണ് പഠിക്കുന്നത്? ഇതൊക്കെ കേട്ട് ചിലർ ഓനൊന്നും പഠിച്ചിട്ടില്ല, എന്നാൽ പിന്നെ ഞാനെന്തിനാണ് പഠിക്കുന്നത് വിചാരിച്ച് ഫുൾ ടൈം കളിക്കുന്നത്. ഒടുക്കം പഠിപ്പിസ്റ്റ് പഠിക്കുകയും ചെയ്യും, നല്ലോണം മാർക്കും വാങ്ങും. അവൻ്റെ വാക്കും കേട്ട് പഠിക്കാതിരുന്നവനുള്ള മാർക്ക് എന്താ സ്ഥിതി? അപ്പോൾ അവന് കിട്ടുന്ന മാർക്കും ഇല്ലാതായി എന്നുള്ള അവസ്ഥയാവും. അതന്നെ ഇവിടുത്തെ അവസ്ഥ. ഫ്രാൻസിൻ്റെ ഉഴപ്പ് ഈ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ പോലെ തുഷേൽ പറഞ്ഞത് കേട്ട് ഫ്രാൻസും കളിച്ചില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് തുടക്കത്തിൽ. ആ ഉഴപ്പിൻ്റെ ഇടയിൽ 3ാം മിനിറ്റിൽ ഫ്രഞ്ച് താരം ഡുവോയുടെ പാസിൽ നിന്ന് പന്ത് തട്ടിയെടുത്ത ഇംഗ്ലീഷ് ക്യാപ്റ്റൻ ഡെക്ലാൻ റൈസ് അതിവേഗം തൊടുത്തൊരു വമ്പൻ ഷോട്ടിൽ ആദ്യത്തെ ഗോൾ ഇംഗ്ലണ്ടിന് വേണ്ടി പറന്നു. ഫ്രാൻസ് ഗോളി മൈഗ്നൻ ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് 11ാം മിനിറ്റിൽ ബുക്കായോ സാക്ക ഫ്രഞ്ച് വല വീണ്ടും ചലിപ്പിച്ചു. ഓഫ് സൈഡ് വിളിച്ചതുകൊണ്ട് അത് ഗോളായില്ല. എന്നാൽ 18ാം മിനിറ്റിൽ കൊൻസയിലൂടെ ഇംഗ്ലണ്ട് ലീഡ് ഉയർത്തി 2ാം ഗോൾ. ഡെക്ലാൻ റൈസിൻ്റെ കോർണർ കിക്കിൽ കൊൻസ തലവെച്ച് പന്ത് വലയിലാക്കുകയായിരുന്നു. പിന്നാലെ ഫ്രഞ്ച് ഗോൾ മുഖത്തേക്ക് തുരിതരാ പാഞ്ഞു ഇംഗ്ലണ്ട്. അതൊരു കൂട്ടപ്പൊരിച്ചിലായി മാറുന്ന അവസ്ഥ. എന്തായി നടക്കുന്നതെന്ന് ആലോചിക്കാൻ പോലും ഫ്രാൻസിന് അവസരം കിട്ടുന്നില്ല. എംബാപ്പയൊക്കെ അന്തം വിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമായിരുന്നു. മെസ്സിയുടെ റെക്കോർഡ് തകർക്കാനുള്ള ആഗ്രഹത്തോടെ കളത്തിലിറങ്ങിയതാണ്. ഫ്രാൻസ് ഒന്നാകെ എംബാപ്പയ്ക്ക് ഒരു റെക്കോർഡ് കിട്ടുന്നതിൽ ആഗ്രഹത്തിലും ആണല്ലോ. എങ്കിലും കളിക്കാൻ പന്ത് കിട്ടണ്ടേ, ഒന്ന് അടിച്ച് മുന്നേറണ്ടേ. അങ്ങനെ 37ാം മിനിറ്റിൽ പിന്നെയും ഇംഗ്ലീഷ് മുന്നേറ്റം. എന്താ കഥ! ഫ്രഞ്ച് പടയെ നിർവീര്യമാക്കി 3ാം ഗോൾ. റാഷ്ഫോർഡ് നൽകിയ പാസിൽ ബുക്കായോ സാക്കയുടെ ഷോട്ട് വലയിലെത്തിയത് കണ്ട് അന്തം വിട്ടു നിന്നു ഫ്രാൻസ് ഒന്നാകെ. 3ാം ഗോളാണ് അടിച്ചു വാങ്ങി കൂട്ടിയത്. ഒടുക്കം ആദ്യ പകുതി അവസാനിക്കുമ്പോൾ 4ാം ഗോളും അതാ വീഴുന്നു. എബരേച്ച് നൽകിയ പാസിൽ ബുക്കായോ സാക്കയുടെ അടുത്ത ഗോൾ വലയിൽ. പിന്നാലെ ഗോൾ ഒന്നെങ്കിലും വേണം, മാനം പോകാതിരിക്കുവാൻ എന്ന ആഗ്രഹത്തിൽ ഇടവേളയ്ക്ക് മുമ്പ് ഫ്രാൻസ് ആഞ്ഞു പിടിച്ചു. പക്ഷേ ഒന്നും നടക്കുന്നില്ല. അങ്ങനെ 4 ഗോളും ഏറ്റുവാങ്ങി തിരിച്ച് നല്ല ആനമുട്ടയുമായി ഫ്രാൻസ് ഇടവേളയിലേക്ക് പോയി. ഇടവേളയാണ് ഫ്രാൻസിനെ ചിന്തിപ്പിച്ചതെന്ന് തോന്നുന്നു. ഇംഗ്ലണ്ട് കോച്ച് തുഷേൽ പറഞ്ഞതുപോലെ ഒന്നല്ല കാര്യം. അവർ കാര്യമായി ഇൻട്രസ്റ്റോടെയാണ്, താല്പര്യമില്ലാണ്ടൊന്നുമല്ല കളിക്കുന്നത് എന്ന് അവർക്ക് ബോധ്യമായി. നമ്മൾ ഈ പോക്ക് പോയാൽ നാണം കെട്ട് അവസാനിക്കുമെന്ന് ഫ്രഞ്ച് പടയ്ക്ക് മനസ്സിലായി കാണണം. പണ്ട് സാമ്രാജ്യം വികസിപ്പിക്കാൻ ഇന്ത്യൻ തീരത്തൊക്കെ വന്ന് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയോട് മുട്ടിത്തകർന്ന ഓർമ്മയും അവർക്കുണ്ടാവും. ഒടുക്ക് ഇവിടെ കുഞ്ഞു മാഹിയും പോണ്ടിച്ചേരിയൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വന്ന ഒരു കാലുണ്ടല്ലോ. അതുപോലെ ഈ കളിയും ചെറിയ 1-2 ഗോളിൽ അവസാനിക്കുക, അതും ഉണ്ടാവില്ല. ആനമുട്ട കൊണ്ട് തന്നെ തിരിച്ചു പോകേണ്ടി വരുമോ, അവരിങ്ങനെ അടിച്ചു കൂട്ടുകയും ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ള ആശങ്ക ഫ്രാൻസിനെ ചിന്തിപ്പിച്ചിരിക്കണം. അങ്ങനെ ഇടവേള നേരത്തെ ആ ആലോചനയിൽ നാണക്കേടാകാതെ മടങ്ങണം എന്ന തിരിച്ചറിവ് അവർക്കുണ്ടായി. പഴയ ഫ്രഞ്ച് പടയുടെ കരുത്ത് തിരിച്ചു പിടിക്കാൻ അവർ ശ്രമിച്ചു. 2ാം പകുതിയുടെ തുടക്കത്തിൽ അടിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ 48ാം മിനിറ്റിൽ ആദ്യ ഗോൾ തിരിച്ചടിച്ചു. മിച്ചൽ ഒലിസയുടെ അസിസ്റ്റിൽ കിലിയൻ എംബാപ്പയുടെ ഒരു ഷോട്ട് ഇംഗ്ലീഷ് ഗോൾ കീപ്പർ ഡീൻ ഹെൻഡേഴ്സനെ തോൽപ്പിച്ച് വലയിലായി. അങ്ങനെ 4-1 എന്ന ആശ്വാസത്തിലെത്തി.
ആനമുട്ട പോയി കിട്ടി. പിന്നെയും ഫ്രാൻസ് അടിക്കാൻ ശ്രമിച്ചു. മിനിറ്റുകൾക്കുള്ളിൽ അടുത്തതും വലയിൽ. എംബാപ്പയുടെ പാസിൽ ബാർക്കോളയുടെ അടി ഗോളായി. 54-ാം മിനിറ്റിൽ ഫ്രാൻസിൻ്റെ 2ാം ഗോൾ. ഇതോടെ എംബാപ്പയ്ക്ക് ഈ ലോകകപ്പിൽ 4 അസിസ്റ്റുമായി. 66-ാം മിനിറ്റിൽ ഒലീസെ നൽകിയ പാസിൽ എംബാപ്പെ അടുത്ത ഗോൾ അടിച്ചു. ഫ്രാൻസിൻ്റെ 3ാം ഗോൾ, എംബാപ്പയുടെ 2ാം ഗോൾ ഈ കളിയിൽ. അതോടെ ഈ ലോകകപ്പിൽ 10 ഗോൾ തികച്ച് എംബാപ്പെ മെസ്സിയെ പിന്നിലാക്കി. ഗോൾഡൻ ബൂട്ട് പോരാട്ടത്തിൽ ഏകദേശം ബൂട്ട് ഉറപ്പിച്ചു. മെസ്സി ഇനി ഫൈനലിൽ സ്പെയിനിനോട് ഗോളടിച്ചാലേ തിരിച്ചെത്താനാകൂ. അതെന്തുമാത്രം കഴിയും എന്നത് നമ്മുടെ മുമ്പിൽ ഒരു സാധ്യതയായിട്ട് നിൽക്കുന്നതേ ഉള്ളൂ. എന്തായാലും എംബാപ്പയുടെ ലൂസേഴ്സ് ഫൈനൽ കൊള്ളാം. ഫ്രാൻസിന് ദുരന്തം പിന്നെയും കാത്തുനിൽപ്പുണ്ടായിരുന്നു കേട്ടോ. 87-ാം മിനിറ്റിൽ ഫ്രാൻസിനെതിരായി ഒരു പെനാൽറ്റി. സാക്ക അത് സുഖസുന്ദരമായി വലയിലാക്കിയതോടെ ഇംഗ്ലണ്ട് 5, സാക്കയ്ക്ക് ഹാട്രിക്ക് നേട്ടം. പിന്നീട് ഇഞ്ചുറി ടൈമിൽ ഫ്രാൻസിൻ്റെ തുടരൻ അറ്റാക്കായിരുന്നു. ഫ്രാൻസിന് കുറച്ച് സമയം കൂടി കിട്ടിയാൽ ജയിക്കാനുള്ള ത്വര ഉള്ളിലുണ്ട് എന്ന് നമുക്ക് മനസ്സിലായി. ആലസ്യമൊക്കെ വിട്ടൊഴിയുമ്പോഴേക്കും ഇഞ്ചുറി ടൈം ആയല്ലോ എന്നുള്ള ഒരു നഷ്ടബോധവും എല്ലാം കൂടി ഫ്രാൻസ് ചറപറാന്ന് അടിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ 96-ാം മിനിറ്റിൽ നമ്മുടെ ഡംബാലെ ഇംഗ്ലണ്ട് വല ചലിപ്പിച്ചു. അങ്ങനെ 4-5 ഒരു പൊടിക്ക് ലേറ്റായെങ്കിലും ജയിച്ചു കളയാനുള്ള കളി അന്തവും കുന്തവും ഇല്ലാതെ തുടങ്ങിയിരുന്നു ഫ്രാൻസ്. പക്ഷേ ടൈമില്ലല്ലോ. എല്ലാം കഴിഞ്ഞ് കളിയുടെ ഇഞ്ചുറി ടൈമിൻ്റെ അവസാന മിനിറ്റിൽ ബെല്ലിംഗ്ഹാമിൻ്റെ ഒരു സുന്ദര ഗോൾ 98-ാം മിനിറ്റിൽ. അതോടെ ബെല്ലിംഗ്ഹാമിന് ഈ ലോകകപ്പിൽ 7 ഗോളായി. ഈ കളിയിൽ ഇംഗ്ലണ്ടിന് 1/2 ഡസൻ. 6-4 ലൂസേഴ്സ് ഫൈനൽ ജയിച്ച് ഇംഗ്ലണ്ട് 3ാം സ്ഥാനത്തായി. ലൂസേഴ്സ് ഫൈനൽ പരാജയപ്പെട്ട് ഫ്രാൻസ് 4ാം സ്ഥാനത്തായി. കളിയിൽ ആദ്യം ഇംഗ്ലണ്ട് സമ്പൂർണ്ണ മേധാവിത്വം പുലർത്തിയിരുന്നെങ്കിലും ഇടവേള കഴിഞ്ഞ് ഫ്രാൻസ് കളിയിലേക്ക് വന്നു. എന്നാൽ 2ാം പകുതിയിലെ ഹൈഡ്രേഷൻ ബ്രേക്ക് കൂടി കഴിഞ്ഞോടെ ജയിക്കണം എന്നുള്ള ചിന്ത അവർക്കുണ്ടായി. അപ്പോഴേക്കും ആവശ്യത്തിന് ഗോൾ വാങ്ങിക്കൂട്ടിയത് മടക്കേണ്ട തിരക്കിലായിപ്പോയി. കുറച്ചു നേരം കൂടി കിട്ടിയെങ്കിൽ ഫ്രാൻസ് 6 ഗോളിനെയും മറികടക്കുമായിരുന്നു എന്ന് തോന്നിച്ചു അവസാനത്തെ കളി. ഇംഗ്ലണ്ടിന് മേൽക്കൈ ഉണ്ട് എങ്കിലും അവസാന സമയത്തെ ഫ്രാൻസിൻ്റെ മികച്ച പ്രകടനം കൂടി വ്യക്തമാക്കുന്നുണ്ട് കളിയുടെ സ്റ്റാറ്റസിലെ കണക്ക്. സ്റ്റാറ്റസ് ഞാൻ വായിക്കാം. സ്റ്റാറ്റസിൽ ആ സംഘർഷം കാണാം. ആദ്യം ദുർബലമായിരുന്നെങ്കിലും അവസാന നിമിഷങ്ങളിൽ കളി തിരിച്ചുപിടിക്കാൻ ഫ്രാൻസ് നടത്തിയ ശ്രമങ്ങളുടെ അടയാളം സ്റ്റാറ്റസിലുണ്ട്. ഷോട്ട്സിൽ തുടങ്ങാം. ഫ്രാൻസ് 18, ഇംഗ്ലണ്ട് 18, സെയിമാണ്. ടാർഗറ്റിലേക്കുള്ള ഷോട്ട് 9 ഫ്രാൻസ്, 10 ഇംഗ്ലണ്ട്. പൊസഷൻ 45% ഫ്രാൻസ്, 55% ഇംഗ്ലണ്ട്. പാസുകൾ 414 ഫ്രാൻസ്, 475 ഇംഗ്ലണ്ട്. പാസ് അക്യുറസി 92% ഫ്രാൻസ്, 92% ഇംഗ്ലണ്ട്. ഫൗൾസ് 13 ഫ്രാൻസ്, 7 ഇംഗ്ലണ്ട്. യെല്ലോ കാർഡില്ല, റെഡ് കാർഡില്ല, ഓഫ് സൈഡ് 3-3. കോർണർ 3 ഫ്രാൻസ്, 4 ഇംഗ്ലണ്ട്. അങ്ങനെ ആകെ മൊത്തം ഒരു രസികൻ കളിയായി മാറ്റി ലൂസേഴ്സ് ഫൈനലിനെ. പലപ്പോഴും ഉറക്കം തൂങ്ങി കളിയാണ്. പഴയ ലോകകപ്പിലൊക്കെ അറിയാം, ചിലതിലൊക്കെ രസമുള്ള കളികൾ ഉണ്ടാകും. എങ്കിലും ഇത് ഇംഗ്ലണ്ട് ഈ കളി ഉണർത്തിയെടുക്കുകയായിരുന്നു. ഫ്രാൻസിൻ്റെ തിരിച്ചടി കൂടി ആയപ്പോൾ സംഗതി ഗംഭീരായി. ഉറങ്ങിയ ഫ്രാൻസ് ഉണർന്ന ആ ഉണർച്ച. എന്തായാലും 1/2 ഡസൻ ഗോൾ വാങ്ങി ഫ്രാൻസ് മടങ്ങുമ്പോൾ 4 തിരിച്ചടിച്ചതിൻ്റെ ആശ്വാസം അവർക്കുണ്ടാവും. എംബാപ്പയുടെ റെക്കോർഡും. എന്നാൽ ഇംഗ്ലണ്ടിനെ സംബന്ധിച്ച് 1964 ലോകകപ്പ് കിരീടത്തിന് ശേഷം ഈ 2026 അവർക്കൊരു മെഡൽ നേട്ടം ലോകകപ്പിൽ ഉണ്ടാകുന്നത്. ഈ 3ാം സ്ഥാനം എന്നത് അതുകൊണ്ട് അവർക്ക് വലിയ മൂല്യമുള്ളതാണ്, ആഹ്ലാദകരമാണ്. അങ്ങനെ മെഡലും വാങ്ങി ഇംഗ്ലണ്ട് മടങ്ങി. ലൂസേഴ്സ് ഫൈനൽ മങ്ങിപ്പോയെങ്കിലും ടൂർണമെൻറ്റിൽ ആകെ മികച്ച പ്രകടനം കാഴ്ചവെച്ച ഫ്രാൻസും തലയുയർത്തിയാണ് മടങ്ങുന്നത്. ഇനി ഫൈനൽ മണിക്കൂറുകൾക്ക് ശേഷം 2026 ലോകകപ്പ് തീരുകയും ചെയ്യും. ഫൈനലിനായി നമുക്ക് കാത്തിരിക്കാം. നന്ദി, നമസ്കാരം.